അപ്പം പള്ളിയുടെ പണി കഴിയട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുമ്പിൽ വീണ്ടും നമുക്ക് സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവർ നമ്മളോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 33 വർഷത്തെ വിശിഷ്ട സേവനത്തിന് ഉചിതമായ ഒരു യാത്രയപ്പ് നമുക്ക് അദ്ദേഹത്തിന് നൽകാനുണ്ട്. ഇൻഷാ അല്ലാഹ് കമ്മിറ്റി കൂടിയതിന് ശേഷം നമുക്കൊരു തീയതി കണ്ടെത്തിയതിന് ശേഷം നമുക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കുത്തുബ കഴിഞ്ഞ ഉടനെ, നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ അറിവ് ആരംഭിക്കും. 8 മണിക്ക് തന്നെ ആരംഭിക്കണമെന്ന് കരുതിയിട്ടുള്ളത്. അതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചേരണം. കുറഞ്ഞത് ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സെങ്കിലും അവിടെ ഉണ്ടാവണം. പിന്നെ നമ്മളെ പ്രവർത്തകരും എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം എന്ന് അറിയിക്കുന്നു. കഴിഞ്ഞത് നമുക്ക് നല്ല അനുകൂല കാലാവസ്ഥയാണ്. 4 മണിയാകുമ്പോഴത്തേക്കും നമുക്കത് അവസാനിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം, ഇവിടെയൊക്കെ നല്ല സ്ഥലമുണ്ട്, ഇവിടെ കയറിയിരിക്കാം. നമ്മൾ 3 നില പൂർണ്ണമായി കഴിഞ്ഞാൽ താഴത്തേക്ക് ഈ സൈഡിലെ കോടി വഴി ഇറങ്ങി പോകാവുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുകയാണ്. അതിൻ്റെ ക്രമങ്ങൾ ഇങ്ങനെ നയിക്കുന്നതോടൊപ്പം നമ്മുടെ സെക്രട്ടറി അവர்கள் നിങ്ങളെ അറിയിച്ച കാര്യം വിശദമായിട്ട് പറയാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞതിന് തുറത്തുക കഴിഞ്ഞതിന് ശേഷം അതിന് വിശദമായിട്ടല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വളരെയധികം കാലമായി ഞാനിവിടെ ഖത്തീബായി സേവനം ചെയ്യുന്നു. അതിൽ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വർഷക്കാലം ഞാനിവിടെ തുടർന്നു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ഇപ്പോൾ പ്രായം കാര്യങ്ങളൊക്കെ ആയി, അപ്പോൾ ഒന്ന് ഒഴിവാകാം എന്ന് തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് സാധാരണ പോലെ സംസാരിക്കാം. അപ്പോൾ ചുരുക്ക കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ, നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നിസ്കാരം ആരംഭിക്കുകയാണ്. സൗകര്യമുള്ള സ്ഥലത്തെല്ലാം ഇവിടെ വിശദീകരിച്ചു. ഇഷ്ടംപോലെ നമുക്ക് സ്ഥലമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലത്തും ഷോഫിൽ കയറി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിസ്കാരത്തിൻ്റെ രൂപം നമുക്കൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിയ്യത്ത് നബൈതു ഉസല്ലി സുന്നത്ത ഈദിൽ അദ്ഹ ഉസല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റക്അത്തൈനി മഅൽ ഇമാമി ലില്ലാഹി തആല. ഈ ബലിപെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അല്ലാഹു തആല ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. അതിനുശേഷം വജ്ഹത്ത് ഓതുക. വജ്ഹത്തുവിന് ശേഷം 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകളും ചൊല്ലുക. ആ തക്ബീറുകളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത്. ഈ അല്ലാഹു അക്ബർ എന്നുള്ള ഈ 7 തക്ബീറുകൾക്ക് നമുക്ക് ഉച്ചത്തിൽ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹയുടെ മുമ്പായിട്ട് 5 തക്ബീറുകളും ആ തക്ബീറുകളുടെ ഇടയിലും ചൊല്ലേണ്ടത് തന്നെയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ നിസ്കാരങ്ങളെ പോലെ തന്നെയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമസ്കാരം.